അബ്ദുല്ല, ആ ആർട്ടിക്കിളിന്റെ കാര്യം എന്തായി? അബ്ദുല്ല, ആ ആർട്ടിക്കിളിന്റെ കാര്യമില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞേ? അബ്ദുല്ല, ആ ആർട്ടിക്കിൾ ഇല്ലേ അന്നത്തെ, എന്തായി? ഇപ്പോ ഇതേപോലെ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ചുറ്റുള്ളവർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കേൾക്കൂല. ആ സമയത്ത് നമ്മൾ ഫോണിൽ തന്നെ ആയിരിക്കും. ഈ ഒരു അഡിക്ഷൻ, സ്ക്രീൻ ടൈം വലിയൊരു പ്രശ്നമാണ്. ഇത് കുട്ടികളുടെ ഇടയിലും ധാരാളമായിട്ട് ഈ സ്ക്രീൻ ടൈമിൻ്റെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ഇത് കുട്ടികളിലും എനിക്ക് തോന്നുന്നത് വലിയവർക്കും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ പലപ്പോഴും ഇതൊക്കെ കോൺവെർസേഷനിലൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കാറുണ്ട്. ഒന്ന്, ഇത് പറ്റേ മാറ്റിയിട്ടുള്ളൊരു സംഭവമില്ല. ഇത് കുട്ടികളിൽ നിന്ന് ഫുള്ളായിട്ട് മാറാം. കാരണം കുട്ടികൾ പഠിക്കുന്നത് പലപ്പോഴും സ്ക്രീനിലൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എപ്പോഴും ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന്, എന്ത് സാധനവും അതിന് അറിയില്ലേ, 2 തരം ഉപയോഗമുണ്ട്. ഇപ്പോൾ നമ്മൾ കത്തിയൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ സമയം വെച്ചിട്ട് കുട്ടികളെ കൺവിൻസ് ചെയ്യണം. ഈ ഒരു ജനറേഷൻ്റെ ഏറ്റവും പ്രത്യേകത, എന്തും അവർ ചെയ്യും, പക്ഷെ അവർക്ക് കൺവിൻസ്ഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാം വന്നപ്പോൾ ഇത് വലിച്ചെടുത്താൽ കുട്ടി അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റീവ് ആവില്ല. കുട്ടിക്ക് കൂടുതൽ റിബലിയസ് ആവും. അതേസമയം കുട്ടി എന്താണ് കാണുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മയമായിട്ടൊക്കെ ചോദിച്ചിട്ട്, ഇപ്പോൾ അവർ ചിലപ്പോൾ ഗെയിം അങ്ങനെ നല്ല എന്തെങ്കിലുമാണ് കാണണമെങ്കിൽ ചിലപ്പോൾ 2-3 മിനിറ്റോളം അതിൻ്റെ പീക്ക് ടൈമിലായിരിക്കും. ആ സമയത്തേക്ക് നമ്മളിത് വലിച്ചെടുക്കാം. കുട്ടിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. അപ്പോൾ അവരോട് പറയാം, ഓക്കെ 3 മിനിറ്റാണ്, ഫുട്ബോളാണോ, നീ എത്ര മിനിറ്റിൽ അവസാനിപ്പിക്കും, എക്സാമുള്ളത് കുട്ടിക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചും കൂടി നല്ല രീതിക്ക് അവരെ കൺവിൻസ് ചെയ്തിട്ട്, അപ്പോൾ അവർക്ക് തന്നെ തന്നില്ലെങ്കിൽ ഒരു ചമ്മലൊക്കെ വരാൻ തുടങ്ങും. അപ്പം ഈ രീതി എപ്പോഴും കുട്ടികളിൽ നിന്ന് ഈ സ്ക്രീൻ അഡിക്ഷൻ മാറ്റാൻ നല്ലൊരു മെത്തേഡാണ്. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ, ഇതിപ്പോൾ പാരൻസിനൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ടിപ്സാണ്. തീരെ നിവൃത്തിയില്ല, അവരുടെ പഠിത്തത്തിനെയോ ഉറക്കത്തിനെയോ ഒക്കെ ബാധിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും അത് ഇതുപോലെ നല്ല സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് മാറ്റിയെടുക്കേണ്ടതാണ്.